गणादिसेवितं कपित्थजम्बूफलसारभक्षितम् उमासुतं शोकविनाशकारणं नमामि विघ्नेश्वर पादपङ्कजम्. Smoking is injurious to health. Smoking causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. മയക്കുമരുന്നുകളും ലഹരി വസ്തുക്കളും ഉപയോഗിക്കാതെ ലഹരി വസ്തുക്കൾക്ക് പകരം നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല നല്ല പുസ്തകങ്ങൾ നൽകുക. വായന എന്ന ലഹരി ആസ്വദിക്കും. ഈ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. ഇതിലെ കഥാപാത്രങ്ങൾക്കും കഥയ്ക്കും ജീവിച്ചിരിക്കുന്നവരായോ മരിച്ചവരായോ യാതൊരു ബന്ധവുമില്ല. യാദൃശ്ചികം മാത്രം. വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായി. എന്റെ ദിവസം ഈ അത്രയ്ക്കൊന്നും വെള്ളം വെക്കില്ല മോളെ. മണ്ണല്ലേ? അതെ. നീ എന്തായി പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നാം ജീവിക്കുന്ന സമൂഹം വ്യത്യസ്തരായ മനുഷ്യരാൽ നിറഞ്ഞിരിക്കുന്നു. ചിലർ എന്തിലും ഏതിലും സന്തോഷം കണ്ടെത്തുന്നു. മറ്റു ചിലർ ഉന്മാദികളായി രാപ്പകലുകൾ മതിച്ചു നടക്കുന്നു. ഇനി ചിലരാകട്ടെ മയക്കുമരുന്നെന്ന മഹാലഹരിയിൽ ചുറ്റുമുള്ളവർക്കായി മരണക്കെണി തീർത്ത് കാത്തിരുന്ന് അവരുടെ ഇരയുടെ ചോര കുടിക്കുന്നു. എന്നാൽ ഇതിൻ്റെയൊക്കെ ഇടയിൽ അധികമാരും അറിയാതെ പോകുന്ന ചിലരുണ്ട്. പ്രണയത്താൽ മുറിവേറ്റ് നിരാശയുടെ പടുകുഴിയിലേക്ക് വീണ് ഒടുവിൽ മരണാനന്തരം ചർച്ചാവിഷയമായി പോകുന്ന ചിലർ. ജീവിതത്തിൽ കിട്ടേണ്ടവ മരണാനന്തരം ലഭിക്കേണ്ടി വന്ന ചില ഹതഭാഗ്യർ. ഈ ചിത്രം ഞങ്ങൾ അത്തരത്തിലുള്ളവർക്ക് സമർപ്പിക്കുന്നു. ലൈഫ് ഓഫ് ഡാർക്ക്നെസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കാലം എത്ര മാറിയാലും നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ യോഗമില്ലെന്ന് വിചാരിച്ചാൽ മതി. ഞാൻ എത്രയും വേഗം പോട്ടെ, ഇല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. പോലെ കൂരിരുൾ എരിയും ജന്മമായി ഇനിയൻ ജീവിതം. പണത്തിന് പണം തന്നെ വേണം, എങ്കിലേ സ്നേഹബന്ധം പിടിച്ചു നിർത്താൻ പറ്റും. കുട്ടിക്കാലം തൊട്ട് നിന്നെ അറിയാവുന്നുള്ളതുകൊണ്ട് ഞാൻ പറയാം, എനിക്ക് വേണ്ടിയില്ല നീ ആ കല്യാണത്തിന് പോകരുത്. അന്ന് അവൾ 4 പേരുടെ മുന്നേ വെച്ച് നിന്നെ കളിയാക്കി. ഇന്ന് അവൾ ക്ഷണിച്ചത് എത്രയോ ആൾക്കാരുടെ മുന്നേ വെച്ച് നിന്നെ കളിയാക്കാൻ വേണ്ടിയാണ്. നീ പോകുന്നെങ്കിൽ പോയിക്കോ, പക്ഷെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അതൊന്നും അതിന്റെ പേര് തീരൊന്നുമില്ല. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവും, പക്ഷേ എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റില്ല. എടാ, നീ അറിഞ്ഞില്ലേ? നന്ദൻ ഇവിടുന്ന് ഇപ്പൊ പോയതേ ഉള്ളൂ. അവനിപ്പോ ആശുപത്രിയില്ല. ഞാനിപ്പോ അവനെ ഐ ആം റിയലി സോറി മാം. ഞങ്ങൾ കഴിവതും നോക്കി. നന്ദൻ ഈസ് നോ മോർ. അറിയിക്കാൻ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ബന്ധുക്കളെന്ന് പറയാനായിട്ട് ആരുമില്ല. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഉടനെ ബോഡി കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ചുറ്റും സർപ്പമായി ചുറ്റിക്കെട്ടണേ, ഗതിയില്ലാതിന്നു ഞാൻ
മൂടും വിധിയെ മാറ്റാൻ ആർക്കും ആവില്ലല്ലോ. എന്നാൽ ഇന്ന് രാവിലെ കൂടെ ഞാൻ അവനെ കണ്ടതേ ഉള്ളൂ, അവനോട് സംസാരിച്ചതേ ഉള്ളൂ. പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ, ഒരുപാട് പാടാണ്. ഒരാൾക്ക് മാത്രം തൊഴിലുണ്ടായിട്ട് കാര്യമില്ലല്ലോ, ജീവിക്കാൻ ബുദ്ധിമുട്ടാ. അതുകൊണ്ട് എൻ്റെ നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറയണേ, നമുക്ക് പിരിയുന്നതായിരിക്കും നല്ലത്. ചുറ്റിക്കെട്ടണേ ഗതിയില്ലാതെന്നു ഞാൻ, മൂടും കമ്പളം പോലെ കൂരിരുൾ എരിയും ജന്മമായി ഇനി എൻ ജീവിതം. Nobody lates something. This story name of a life of darkness. Nobody lates. എന്താ ഇനി നീ ഇല്ലടാ എൻ്റെ ജീവിതത്തിലും ഈ ലോകത്തിലും. നൽകിയ കഷായം, ജ്യൂസ് എന്നിവയാണ് മരണകാരണമെന്ന് ആരോപണം. 14-ാം തീയതി പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് നൽകിയ പാനീയം കഴിച്ചയുടൻ ഛർദിൽ അനുഭവപ്പെട്ടതായും തുടർന്ന് വൃക്കകളുടെയും മറ്റ് ആന്തരിക അവയവങ്ങളുടെയും പ്രവർത്തനം മോശമാകുകയും ചെയ്തു. പല ആശുപത്രികളിലും ചികിത്സ തേടിയ ശേഷം 19-ാം തീയതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയെങ്കിലും ഷാരോൺ മരിച്ചു. അസ്വാഭാവിക മരണത്തിന് പാറശാല പോലീസ് കേസെടുത്തു. 2022 ഒക്ടോബർ 29 ഷാരോൺ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. 2022 ഒക്ടോബർ 30 ദക്ഷിണവാരിധി തീരെ ജ്വലിക്കുന്ന ചിതയിലെൻ തോഴനോ വെന്തെരിഞ്ഞു. ദക്ഷിണവാരിധി തീരെ ജ്വലിക്കുന്ന ചിതയിലെൻ തോഴനോ വെന്തെരിഞ്ഞു. ബാല്യകാലം തൊട്ടെ കൂട്ടായിരുന്നവൻ തൊടിയിലിന്നൊരു പിടിച്ചാരമായി. ബാല്യകാലം തൊട്ടെ കൂട്ടായിരുന്നവൻ തൊടിയിലിന്നൊരു പിടിച്ചാരമായി. എന്നെ വിട്ടെങ്ങു നീ പോയിടുന്നു സഖേ, ശോകാർത്ത ചിത്തനായി ഞാനിരിപ്പോ. പൊഴിയുന്ന അശ്രുക്കണങ്ങളിലും കാണുന്നു മിത്രമേ നിന്റെ രൂപം. അലയടിച്ചു വരും കാറ്റിൽ മുഴങ്ങുന്നു നിൻ ശബ്ദവീചികൾ ഈരടികൾ. അലയടിച്ചു വരും കാറ്റിൽ മുഴങ്ങുന്നു നിൻ ശബ്ദവീചികൾ ഈരടികൾ. കരിയിലക്കൂട്ടങ്ങൾ തീർക്കുന്ന ഗാനമോ നിന്റെ വേർപാട്ടിന്റെ മുദ്രയാകാം. കരിയിലക്കൂട്ടങ്ങൾ തീർക്കുന്ന ഗാനമോ നിന്റെ വേർപാടിന്റെ മുദ്രയാകാം. ദക്ഷിണവാരിധി തീരെ ജ്വലിക്കുന്ന ചിതയിലെൻ തോഴനോ വെന്തെരിഞ്ഞു. ചിതയിലെൻ തോഴനോ വെന്തെരിഞ്ഞു. എന്റെ ഇരട്ട സഹോദരനെ കൊന്നിട്ട് നീയൊക്കെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ?